ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. സ്വാഗതം. ഞങ്ങൾ ഒരാഴ്ചയ്ക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. വീട്ടിൽ തിരിച്ചെത്തിയതും ഇരുളിമയാണ് വീട്ടിൽ തിരിച്ചെത്തിയപ്പം എന്നൊന്നും മനസ്സിലാകുന്നില്ല, കണ്ണെനിക്ക് കാണാൻ പറ്റുന്നില്ല. അത് ഞങ്ങൾക്ക് ആവക്കുട്ടിക്ക് ജലദോഷം, എനിക്ക് ജലദോഷം, അങ്ങനെ മൊത്തത്തിൽ ശോകഭൂകമായിരിക്കുകയാണ്. അയ്യോ കർത്താവേ, അവളതിൻ്റെ കാണിച്ചു തന്നു. അതൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങളൊക്കെ. വീട്ടിൽ പോയി ഏകദേശം ഒരാഴ്ച നമ്മളുണ്ടായിരുന്നു അല്ലേ. പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. ഇവിടെ വന്ന് ഇവിടെ ഫുള്ള് നമ്മൾ മഴയായതുകൊണ്ടും ഫ്രണ്ട്സൊക്കെ ഒരുമാതിരി ആയിരുന്നു. പിന്നെ ആകം ഫുള്ളും തൂത്ത് തുടച്ച് വൃത്തിയാക്കി അടഞ്ഞു കിടന്നുകൊണ്ട് ഒരു പൊടിയല്ല എന്തോ ഒരു ഇതല്ലേ എന്തായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ അതിലെ കൂടെ വിടണ്ടല്ലേ തറയക്കടെ. അപ്പം മുഴുവനും ഞങ്ങൾ വൃത്തിയാക്കി അല്ലേ. അയ്യോ എൻ്റെ ഇച്ചിരി ഇറച്ചി അവൾ കൊണ്ടുപോയി. അച്ചാച്ചാ ഓ കണ്ണിക്കട പൊന്നിച്ച് പറഞ്ഞു ഇന്നെ ഞാനുണ്ട്. അപ്പം ഇവിടെ മഴയൊക്കെ കുറഞ്ഞു, പക്ഷേ കാറ്റ് നല്ല രീതിക്കുണ്ട് കേട്ടോ. കാറ്റ് ഭയങ്കരമായിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ദാണ്ട് തുണിയൊക്കെ ഉണങ്ങി പുറത്തെടുത്ത് വെച്ചേക്കുവാണ്. ഇവിടെ ആകുമ്പോൾ ഇച്ചിരി വെയിലും ചൂടും ഒക്കെ കൊള്ളും അല്ലേ. ഒരു വീഡിയോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു ഷോർട്ട് വീഡിയോ എക്സ്റ്റൻഷനൊക്കെ കുത്തിയിട്ടുണ്ട്. ഈ ഈ വയറ് മുഴുവൻ വലിച്ചു പറിക്കും, ഡേഞ്ചറാണ്. പിന്നേത് അവളും കൂടെ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഒരു സാധനം, അവളുടെ വണ്ടിയൊക്കെ അവിടെ ഒതുക്കി പാർക്ക് ചെയ്ത് വെച്ചിരുന്നു. അവൻ വണ്ടി എന്ത് ചെയ്യാവേ? എൻ്റെ ദൈവമേ, അച്ചാച്ചാന്ന് വിളിക്കും. അച്ചാച്ചാന്ന് വിളിച്ചിട്ട് ചേട്ടായിയെ കണ്ടാലും അച്ചാച്ചാന്ന് വിളിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ മുത്ത. ഞങ്ങളൊരു ഷോട്ട് പുറത്തും കഠിനമായ കാറ്റാണ് കേട്ടോ. ഞങ്ങളുടെ തുണിയല്ല സ്റ്റാൻഡ് സഹിതം പറപ്പിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ. സ്റ്റാൻഡൊക്കെ കെട്ടിയിട്ടേക്കും, അത് കാറ്റ് പറത്തിക്കൊണ്ട് പോയി. കുഞ്ഞിനെ ആവി പിടിക്കണം കേട്ടോ. നമ്മുടെ ആശുപത്രിയാണല്ലോ. നമ്മൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ജലദോഷം വന്നപ്പോൾ നമുക്ക് ഡോക്ടർ പറഞ്ഞു തന്നനുസരിച്ചാണ് കേട്ടോ നമ്മളോട് ഇത് മേടിച്ചിട്ട് കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ അതനുസരിച്ച് വീട്ടിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സെയിം സംഭവം തന്നെ ഈ പ്രാവശ്യം മാസ്ക് കൊണ്ട് കേട്ടോ. മാസ്ക് അവൾ വെക്കാൻ സമ്മതിക്കില്ല. കുഴപ്പമില്ല. നമ്മളിതിന്റെ സലൈനൊക്കെ മേടിച്ചിട്ട് നമ്മൾ തന്നെ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇത് 3 നേരം പിടിക്കാനുള്ള പിന്നെ മൂക്കിൽ പിടിക്കാനുള്ള പുള്ളി വരുന്നുണ്ട്. അവൾ ഒരു കുഴപ്പമില്ലാണ്ട് പാവമായിട്ട് ഇരുന്ന് വന്നുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് കുറേ നേരമായിട്ട് തീരാറായിട്ടുണ്ട്. ഇതിന് സമയം ഡിസ്റ്റർബൻസ് ആയി. ഹലോ, ഇപ്പോൾ സമയം വൈകുന്നേരമായിട്ടുണ്ട്. ഒരു 5 മണിയൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ ആവക്കുട്ടി ഇവിടെയുണ്ട്. അച്ചാച്ചൻ താഴെ ഇരുന്ന് കാട് പറിക്കുകയാണ്. നമുക്കങ്ങോട്ട് പോയാലോ? നമ്മുടെ മുറ്റത്തെ അല്ല, എന്നാൽ നമ്മുടെ മുറ്റം എന്ന് വേണമെങ്കിലും പറയാം. സൂം ചെയ്ത് നോക്കട്ടെ. ഞങ്ങൾ വരട്ടെ. ചന്നല്ലേ സ്വെറ്റർ ഇട്ടേക്കുന്നത് കണ്ടോ. നമ്മുടെ താഴേക്കുള്ള നടകൾ ഇറങ്ങി ഇത്രയും നടകൾ ഇറങ്ങണം നമ്മൾ, എങ്കിൽ മാത്രമേ നമ്മൾ മുറ്റത്തെത്തുകയുള്ളൂ. നമ്മൾ താഴേക്ക് പോവുകയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ സ്ഥിരമായിട്ട് ഇവിടുത്തെ കാടുകൾ പറിക്കുന്നത് ഇപ്പോൾ നമ്മളാണ് അല്ലേ. കാട് പറിക്കാൻ വേണ്ടി കയ്യോറയൊക്കെ മേടിച്ചു കേട്ടോ. പക്ഷേ എവിടെയൊക്കെ അയ്യോ, ഈ കൈ വീണ് ഒരു പ്രയോജനമില്ല. ഈ കയ്യെല്ലാം കൂടി പറിച്ച് അതിലിടാൻ മേലാന്നോ? അങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ഉണ്ടോ? ഒപ്പിടിയാ. അതിൻ്റെ അകത്തെന്നാ മറ്റേ കൂട്ടി ഒരു ഗ്ലൗസ് എടുത്തിടാൻ മേലായിരുന്നോ? സാർ മുറ്റ ലെവലായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് ആ സൈക്കിളെ വിട്ടിട്ട് ഞാനും കൂടായിരുന്നു. അവിടെ നിന്ന് വഴക്കുണ്ടാക്കിയിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നാ. നീ ഈ പെണ്ണ് അല്ലാതെ കണ്ടത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. ഇത് നമ്മുടെയാണ് കേട്ടോ, കറ്റാർ വാഴ. നമ്മുടെ മുറ്റം, നമ്മുടെ മുറ്റമല്ല, ഇതിൻ്റെ ഓണറിൻ്റെ മുറ്റം അല്ലേ. പക്ഷെ നമ്മളിവിടെ കാടൊക്കെ പറിച്ച് വളരെ നീറ്റായിട്ട് സൂക്ഷിക്കുന്നു. കാരണം നമ്മൾ താമസിക്കുന്ന വീട് നമ്മൾ മേളിലാണെങ്കിൽ പോലും
അപ്പം നമ്മുടെയും കൂടി മുറ്റമാണല്ലോ. അപ്പം നമ്മളിവിടെ വൃത്തിയാക്കി സൂക്ഷിക്കുക അല്ലേ അച്ഛേ? ഇതിൻ്റെ മുന്നേ നമ്മൾ താഴെ നിന്നൊക്കെ ഇങ്ങനെ റോട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ പുല്ല് നിൽക്കുന്നതാണ് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് മഴ മാറിയിട്ടൊന്നും കാട് പറിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പട്ടെ അല്ലേ, എന്നും വരും 2 കാട് പറിക്കും കയറിപ്പോവും. അതായിരുന്നു അവസ്ഥ. ഇവിടെ റോസ് നിൽപ്പുണ്ട് കേട്ടോ, അതുണ്ട് പൂവൊക്കെ ഉണ്ട്. അങ്ങനെ അതുകൊണ്ട് ഇതുവരെയും നമുക്ക് കാട് പറി കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. നമ്മുടെ ഇവിടുത്തെ ഇവർ ഈ പ്രാവശ്യമാണ് തുടങ്ങിയിട്ട് നമുക്ക് തീർക്കാൻ പറ്റാതെ. അല്ല നമ്മൾ വന്നു കഴിഞ്ഞ് എപ്പോഴും പറിക്കും അല്ലേ, ആഴ്ചയിൽ ഒന്നൊക്കെ വെച്ച് മൊത്തം കംപ്ലീറ്റ് പറിച്ചെടുക്കും. ഞാനല്ല കേട്ടോ കൂടുതൽ പറിക്കുന്നത്, അച്ഛയാണ് മിക്കപ്പോഴും പറിക്കുന്നത്. ഞാൻ അങ്ങനെ വല്ലപ്പോഴും ഇവിടെ ഉറങ്ങി കിടക്കുമ്പോഴെങ്ങാനും വന്ന് പറിച്ചാലേ ഉള്ളൂ. ഇവിടെ 2 തെങ്ങുണ്ട് കേട്ടോ. ഞാൻ വല്ലപ്പോഴും വന്ന് ഇച്ചിരയൊക്കെ വട്ടം കറങ്ങിച്ച് പോവും. കൊതുകോ ഇവിടെ ഉണ്ടോ? മഴ വരുന്നോളം പൊടിക്കുന്നുണ്ട്. പ്രൊട്ടക്ഷനിലാണ് കൊണ്ടുവന്നേക്കുന്നത് കണ്ടോ. അപ്പം എനിക്ക് ആള് പറിക്കുന്നത് നോക്കിയിരിക്കുക അവള്. ഫോൺ കാണുമ്പോൾ നമ്മുടെ പകുതി കാടുകളോളം അച്ഛൻ പറിച്ച് തീർത്തിട്ടുണ്ട് താഴെ. നമ്മളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ആവക്കുട്ടീനെ ഉറക്കി കിടത്തിയിട്ട് നമ്മൾ പതുക്കെ നൈസായിട്ട് താഴോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ കഥക്ക് തുറന്നിട്ടേക്കും. അപ്പോൾ അവൾ തറയിലും കൂടെ ആണല്ലോ കിടത്തിയിരിക്കുന്നത്. അപ്പോൾ പേടിക്കാനില്ല, അവൾ എണീറ്റ് കഴിഞ്ഞ് സൗണ്ട് വയ്ക്കും. ഇനിയിപ്പോൾ ഈവൻ അവൾ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വന്നാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അവളെയും കൊണ്ട് നമുക്ക് താഴോട്ട് ഇറങ്ങാനായിട്ട് പറ്റത്തില്ല. കാരണം ഈ മുറ്റം എന്ന് പറഞ്ഞാൽ ലെവലല്ല, കുറച്ച് താഴേക്ക് ഗേറ്റിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഇറക്കം പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവളെയും കൊണ്ട് നമുക്ക് വണ്ടിയിലാണെങ്കിലും നമുക്ക് ഇവിടെ വിടാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ തൊട്ട് താഴെയാണ് ഇവിടെ ചെയ്യാൻ പൈസ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടെൻഷൻ അടിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിപ്പോണത്. പക്ഷേ ഞങ്ങൾ ഇനിയുമ്പോൾ ഇറങ്ങി വന്നിട്ട് എണീറ്റിട്ടില്ല ആ സമയത്ത്, ജസ്റ്റ് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ എന്നാ അത് ഇതല്ലേ അച്ഛൻ കണ്ടില്ലായിരുന്നോ? എന്നതിൻ്റെ എല്ലാവർക്കും ജലദോഷമൊക്കെയാണ്. അപ്പം ഞങ്ങൾ എന്തായാലും വീഡിയോ എടുക്കട്ടെ. മത്തി ഇവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മത്തിക്കകത്ത് നിറയെ മുട്ട ഉണ്ടായിരുന്നതായതുകൊണ്ടോ. ഇത് പക്ഷേ ഭയങ്കര അപകടകാരിയാണ് കേട്ടോ. ഇച്ചിരി ചൂട് അതായത് തീ ഇച്ചിരി കൂടുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. മുട്ട കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇത് സെപ്പറേറ്റ് മുളകൊക്കെ ചേർത്താണ് കേട്ടോ. അല്ലെങ്കിൽ മീനിന് മുളക് പിടിക്കില്ല, മീൻ ഒരുമാതിരി വെളുത്തിരിക്കും. കുറേ നാൾക്ക് ശേഷമാണ് മത്തി മേടിക്കുന്നത്. അതുകൊണ്ട് മത്തി വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുളിക്കണം. ഞാൻ അതുകൊണ്ട് കുളിക്കാൻ പോകണം. ഇതൊന്ന് മറിച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും ഈ ഒരു സ്മെല്ലൊന്നും പോകുന്നില്ല കഴിഞ്ഞു. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ അതുകൊണ്ട് അച്ഛൻ ഉറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. പിന്നെ 2-3 പച്ച മാങ്ങിയിരിപ്പുണ്ട്. പകുതി ഇത് നമ്മൾ തൊലി ചെത്തിയെടുത്താണ് കേട്ടോ. ഭയങ്കര തൊണ്ട് കെട്ടിയാണ് ഇതിന്. അപ്പോൾ ഇത് തൊലി ചെത്തിയിട്ട് അച്ചാറിടാൻ വേണ്ടിയിട്ട് എടുത്താണ്. പകുതി ഇത് കടിച്ചു പിടിച്ചല്ല കേട്ടോ, കത്തിക്കൊണ്ട് ചെത്തി തിന്നതാണ്. പകുതി തിന്ന് തീർത്തു. പിന്നെ ഒരു സൂത്രമാണ്, കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ വീട്ടിൽ പച്ചമുളക് മേടിക്കുന്നത്. അതായത് ഇത്രയും ദിവസവും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാലിമുളക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ്, അത് ഏകദേശം ഒരു 2-3 മാസമെങ്കിലൊക്കെയാണ് കണ്ടിന്യൂസ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത് തീർന്നു. നമ്മുടെ ചീനി ഏകദേശം കായ്ക്കലൊക്കെ നിന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിർബന്ധിതരായി മേടിക്കാൻ. മീനോടെ കിടന്ന് പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ അങ്ങനെ അത് മേടിച്ചു, ഇറങ്ങില്ല. അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ അവക്കുട്ടിയുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അവക്കുട്ടിയുടെ വിശേഷങ്ങളും നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരാം. അവൾക്ക് നല്ല രീതിയിൽ ജലദോഷമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? മാക്സിമം ഞങ്ങൾ അവ പിടിച്ചും മരുന്നൊഴിച്ചും എല്ലാം കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ നമ്മൾ ചെയ്തതൊക്കെ തന്നെ ചെയ്താൽ മതി, കുറച്ച് ദിവസം എടുക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നമ്മളാകെപ്പാടെ മടുത്തു കേട്ടോ. നമുക്ക് തന്നെ അറിയാമല്ലോ, ജലദോഷവും ഇതൊക്കെ വന്ന് ഇതിൻ്റെ പനി വരുന്നതിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവളങ്ങനെ ഉറങ്ങാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.